കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ആകെ പ്രശ്നമായ ദിവസമാണ്. എന്താ വെച്ചാൽ എല്ലാം വഴുകി. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ തുടങ്ങാൻ തന്നെ നേരം ആയി. അത് കാരണം ഉച്ചപൂജ ഒക്കെ വരാൻ ഒരുപാട് സമയമായി. പഞ്ചപുണ്യാഹമൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഒരുപാട് ഭഗവാനായി പറഞ്ഞ മാതിരി ഒരുപാട് ബുദ്ധിമുട്ടായി. സമയത്തൊന്നും നേരത്തൊന്നും എന്താ പറയുക, നേദ്യം കിട്ടിയില്ല എന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം. ഒക്കെ ഓരോരോ എല്ലാം അതിൻ്റേതായ മായകളാണ്, അതിൽ ഉൾപ്പെട്ടതായിരിക്കാം. എന്തായാലും ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാറ്റിനും ഹേതു. എല്ലാതും ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ നേരെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ടു തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് നേരെ വന്ന് അനന്തശയനവും കൂടി കണ്ടു തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി, അതായത് ഗോപുരവാതിൽ കിടക്കുകയാണ്. ഗോപുരവാതിൽ കിടക്കുമ്പോൾ അകത്തേക്ക് കടന്നാൽ നേരെ നമ്മൾ കാണുന്നത് വലിയ ബലിക്കല്ലും കൊടിമരവും അതേപോലെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ടു തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം, അതേപോലെ ആ കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണും തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച. അങ്ങനെ കാണുന്നത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണഞ്ഞിട്ടുണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ വിളിക്കുകയാണ്. കാല് പിണച്ചു വെച്ച് 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അതേപോലെ തന്നെ 2 ഉണ്ടമാലയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇന്ന് നേരം വഴുകി എൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്നും അവിടെ കാണാനില്ല. അവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ടു തൊഴുത് ആലിലെ കണ്ണനൊക്കെ കണ്ടു തൊഴാം. പിന്നീട് നേരെ വന്ന് സപ്തമാതാക്കളെയും കണ്ടു തൊഴാം. പിന്നീട് ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. ധാരാളം പൂക്കളുണ്ട്. അതേപോലെ കൊമ്പും തുമ്പിക്കൈയൊക്കെ വളരെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഗണേശനെ കാണാം. അത് കഴിഞ്ഞ് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ടു തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെയൊക്കെ കണ്ട് നമ്മൾ നേരെ വരുമ്പോൾ
ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ധാരാളം മാലകളുണ്ട്, അതേപോലെ ധാരാളം കുങ്കുമമുണ്ട്, വെറ്റിലമാല ഉണ്ട്, ലിഖിതമാല ഉണ്ട്, തുളസിമാല, അതേപോലെ തെച്ചിമാലയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്ക് കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അമ്മയും നല്ല സുന്ദരിയായിട്ടാണ്, മുഖത്തൊക്കെ കളവൻ ചാർത്തിയിട്ടുണ്ട്, ധാരാളം അലങ്കാരമായിട്ട് തന്നെയാണ്, ധാരാളം മാലകളുണ്ട്, അർച്ചന പ്രസാദം ധാരാളം ഉണ്ട്, നിറയെ പൂക്കളുണ്ട്, കിരീടമൊക്കെ വെച്ച് നല്ല ചുവന്ന പട്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരി അതിസുന്ദരിയായിട്ടാണ്, ചുവന്ന പൊട്ടൊക്കെ വെച്ചിട്ടാണ്. അതേപോലെ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ട് ധാരാളം മാലകൾ. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന് അവിടെ ആ കിടാവിളക്ക് കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടുള്ള അലങ്കാരമാണ്, മുഖത്തൊക്കെ നന്നായിട്ട് കളപം ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, പാലക്ക മാലയൊക്കെ ഉണ്ട് ചാർത്തിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ കാഴ്ച. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ നടയിൽ വന്ന ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.